നിങ്ങളുടെ പാൻ കാർഡ് എല്ലാം ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അസാധുവാകാൻ പോകുന്ന വിവരം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ ആൾക്കാരെല്ലാം കാണുക. അതായത് 2024 ഒക്ടോബർ 1 മുമ്പെടുത്ത പാൻ കാർഡ് ഉള്ള ഉപഭോക്താക്കളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അതായത് 2024 ഒക്ടോബറിന് മുമ്പുള്ള പാൻ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വരുന്ന ജനുവരി 2026 1 മുതൽ നിങ്ങളുടെ പാൻ കാർഡ് അസാധുവായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ബാങ്ക് ഇടപാടുകൾ നടത്താൻ സാധിക്കില്ല, TDS സംബന്ധമായ കാര്യങ്ങൾ നടത്താൻ സാധിക്കില്ല, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ സാധിക്കത്തില്ല, ബാങ്ക് അക്കൗണ്ട് റദ്ദാക്കും. അപ്പോൾ ഓൾറെഡി അത് ചെയ്യാത്ത ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച് വെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ കാലാവധിക്ക് മുമ്പുള്ള പാൻ കാർഡ് ഉള്ള ആളുകൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻറ്ററിൽ എത്തുക. ആ പാൻ കാർഡ് നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ 1000 രൂപയ്ക്ക് മുകളിൽ ഫൈൻ അടച്ച് നിങ്ങൾക്കത് പുതുക്കാവുന്ന ഓപ്ഷൻ ഈ ഡിസംബർ 31, 2025 വരെയാണ് ഉള്ളത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നിങ്ങളെല്ലാവരും ഈ പാൻ കാർഡ് നിർബന്ധമായിട്ട് നിങ്ങൾ പുതുക്കി അതിൻ്റെ വാലിഡിറ്റി ഉറപ്പ് വരുത്തേണ്ടതാണ്. അതോടൊപ്പം തന്നെ 2023 ജൂൺ 30 ആയിരുന്നു പാൻ കാർഡ് സൗജന്യമായിട്ട് ലിങ്ക് ചെയ്യാനുള്ള അവസരം പാൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നമ്മൾക്ക് അനുവദിച്ചിരുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ ആളുകൾ സമയം അനുവദിച്ചു കൊടുത്തിട്ട് പോലും ഇതുവരെയും പാൻ കാർഡ് ഈ പറഞ്ഞ പോലെ ലിങ്ക് ചെയ്യാതെ പോകുന്ന ഒരവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ 2024 ഒക്ടോബർ 1 ശേഷം എടുത്ത പാൻ കാർഡ് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മാത്രം മതി. അത് ഒട്ടുമിക്കവാറും പാൻ കാർഡ് അത് ലിങ്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആധാർ ഉപയോഗിച്ച് ലിങ്ക് ചെയ്ത് തന്നെയാണ് നമ്മളത് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കോമൺ സർവീസ് സെൻറ്ററിൽ നിന്ന് ചെയ്യുന്ന എല്ലാ പാൻ കാർഡും ഈ പറഞ്ഞ ക്രൈറ്റീരിയകളെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പാൻ കാർഡുകൾക്ക് ഇപ്പം നിലവിലെ വിഷയങ്ങളില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ പുതിയതായിട്ട് എടുക്കുന്ന ആളുകൾക്ക് പാൻ കാർഡ് വരുന്നത് പുതിയ പാൻ കാർഡിൻ്റെ 2 വെർഷനായിട്ടുള്ള ഈ പറഞ്ഞ നമ്മുടെ QR കോഡ് ഉൾപ്പെടെയുള്ള പാൻ കാർഡാണ് വരുന്നത്. അതിലേക്ക് മാറുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. പഴയ പാൻ കാർഡ് 2 ഫോട്ടോ ആധാർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ സാധിക്കും. അല്ല, നിങ്ങളുടെ ആധാറിൽ ഫോൺ നമ്പർ ലിങ്ക് ചെയ്തതും ആ ഫോൺ നമ്പറാണ് ഈ പാൻ കാർഡിൽ കൊടുത്തിരിക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കാർഡാക്കി എടുക്കാനും അല്ലെ കാർഡിന് അപേക്ഷിക്കുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ വേറൊരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഈ പാൻ കാർഡിനെ സംബന്ധിച്ച് പാൻ കാർഡ് എങ്ങനെയാണ് എടുക്കുന്നത്, പാൻ കാർഡ് എന്നാൽ എന്ത് എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ SD ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടെ, ആ വീഡിയോയുടെ ലിങ്ക് കൂടെ ഞാൻ ഇതിൽ ഷെയർ ചെയ്യാം. പാൻ കാർഡിൻ്റെ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമുക്കത് മൊത്തം പറഞ്ഞ് ഇതിനകത്തൂടെ ചെയ്യാൻ സാധിക്കുകയില്ല. ആൾക്കാർ കമൻറ്റിലൂടെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ആ കമൻറ്റിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SD ചാനൽ. ബൈ ആൻഡ് ടേക്ക് കെയർ.